മധുരം ഇഷ്ടപ്പെടാത്തതായി നമ്മളിൽ ആരും തന്നെ ഇല്ല. വീട്ടിലുള്ള 5 ചേരുവകൾ കൊണ്ട് ഒരു സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി പുഡിംഗ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മെൽറ്റ് ചെയ്ത് വരാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് പയ്യെ ലോ ഫ്ലെയിമിലേക്കാക്കാം. കാരണം ഇത് നമ്മൾ ഗോൾഡൻ കളർ ആക്കണം. പക്ഷേ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് കരിഞ്ഞു പോവും. ഇത് കരിഞ്ഞു പോയാൽ നമ്മുടെ പുഡിങ്ങിന് ആകെ മൊത്തവും ഒരു കരിച്ചവയായി പോവും. അതുകൊണ്ട് നമ്മൾക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഇതൊന്ന് ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്, ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. അന്നേരം ഇത് ചെറുതായിട്ട് കട്ട പിടിക്കുന്ന പോലെ തോന്നും, സാരമില്ല, ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കുക. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ചൂടോടെ തന്നെ ഇത് ഒഴിച്ചു കൊടുത്ത് റൗണ്ട് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഒരു കപ്പ് പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇനിയിപ്പം നമുക്ക് അതിലേക്ക് ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറാണ് ഉള്ളതെങ്കിൽ ബട്ടർ ആണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ റവ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കൈ എടുക്കാതെ ഇളക്കണം. കാരണം റവ അടി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കുക. ഇത് നമ്മൾ റവ ആഡ് ചെയ്ത് കഴിയുമ്പം തന്നെ ഇതൊരു തിക്കാകാൻ തുടങ്ങും. അത് കഴിഞ്ഞ് നല്ലതുപോലെ ഇതൊന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാൻ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കൊരു കോഴിമുട്ട എടുക്കാം. ആ മുട്ടയിലേക്ക് ഞാനിവിടെ കുറച്ച് എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാനില എസൻസോ ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചതാണെങ്കിലും ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഫോർക്കോ വിസ്കോ വെച്ച് നിങ്ങൾക്കത് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മളിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ 2 മിക്സും കൂടെ മിക്സാക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെയായി നമ്മൾ പാൽ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ പുഡിംഗ് സെറ്റ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പം പെട്ടെന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കാരണം മുട്ട നമ്മുടെ ഇതിന് ചൂടുള്ളത് കൊണ്ട് ചിലപ്പം കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേഗം നമ്മൾ ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ പുഡിങ്ങിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ക്യാരമൽ ഒഴിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പുഡിങ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഉണ്ടെങ്കിൽ അത് വെച്ച് നല്ലതുപോലെ കവർ ചെയ്യുക. ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ചോറ്റുപാത്രത്തിൻ്റെ അടപ്പ് വെച്ച് ടൈറ്റാക്കി അടച്ചത്. അതിനുശേഷം ഒരു 20 മിനിറ്റ്സ് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ടാകും. ഇനി വെന്തോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടം കുത്തിയോ വെച്ചൊന്ന് കുത്തി നോക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പുഡിങ് ഒരു തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് തണുപ്പിച്ചിട്ടാണെങ്കിലും കഴിക്കാം. തണുപ്പിക്കാതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയപ്പോഴത്തേനും നമ്മളുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.